പിന്നെ ചില ആളുകൾ മനഃപൂർവ്വം കുളം കലക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ട്. അത് മറ്റാരുമല്ല. ചിലപ്പോൾ ഞാനിപ്പോൾ കണ്ടു മെഡിക്കൽ കോളേജിൽ നമ്മൾ തുടക്കം ക്ലീനിങ്ങിന്റെ തുടക്കം കുറിച്ചു. ചില ആളുകൾ ചില ദിവസങ്ങളിൽ മനഃപൂർവ്വം വേസ്റ്റ് കൊണ്ട് ക്ലോസറ്റിൽ കൊണ്ടിടുക, 1-2 സ്ഥലത്ത് ക്ലോസറ്റുകൾ തല്ലി പൊട്ടിക്കുക. എന്നോടുള്ള ദേഷ്യത്തിന് ക്ലോസറ്റ് എന്ത് കഴിച്ചു. മെഡിക്കൽ കോളേജിൽ 1-2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരാവശ്യവുമില്ല. ഇതൊക്കെ ഇതിനോടുള്ള മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇത് രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ. ഇതിൽ രാഷ്ട്രീയത്തിന്റെ അംശം പോലും ഇല്ല. ചില ആൾക്കാർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ട്. അതാണ് ഇതിന്റെ കാരണം. പക്ഷെ അതൊന്നും നമുക്കൊരു ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് അതിന്റെ വഴിക്ക് പോട്ടെ. നമുക്ക് രോഗപ്രതിരോധം ശക്തമാക്കണം. ഇനിയിപ്പോൾ അത് ഈ വർഷം ഒരു തകരാറ് പറ്റി ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി തൊട്ടാണ് ക്ലീനിങ് നടത്തേണ്ടത്. പക്ഷേ എല്ലാവരും ഒരു ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നില്ല. പക്ഷെ അവസാനം കുറ്റം മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്ത വർഷം ഇത് നമുക്ക് ശരിയാക്കാം. ഇത്തവണ ഒരു മുൻകരുതലോടെ നമുക്ക് അടുത്ത വർഷം ശരിയാക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, ആരോഗ്യ മേഖല അതിന് ചിലർക്ക് സംശയമുണ്ട്, സ്വകാര്യവൽക്കരിക്കുന്നു. അങ്ങനെ യാതൊരു സംശയവും വേണ്ട. ഈ മേഖല പൊതുമേഖലയിൽ ശക്തമായി നമ്മൾ മുന്നോട്ട്. അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ, ആ ഫണ്ടുകൾ നമുക്ക് വിനിയോഗിച്ച് സർക്കാർ ആശുപത്രിയിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ പോലെ ഡോക്ടർ വേണം. ഒരു കെട്ടിടം ഞാൻ ഇപ്പോൾ കണ്ട് ചില കെട്ടിടങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാനും ഇല്ല, ലൈറ്റും ഇല്ല, വെള്ളവും ഇല്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഏതൊരു ആശുപത്രിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോഴും അത് ഫുൾ ഫ്ലഡ്ജഡ് ആയിരിക്കണം. എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. അവിടത്തേക്ക് അത്യാവശ്യം ഡോക്ടർമാരും സ്റ്റാഫും ഉണ്ടാവും. അങ്ങനെ നമുക്കത് നല്ലൊരു ടീമായി മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇത്തവണത്തെ ഈ പൾസ് പോളിയോ ദിനത്തിൽ കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം, അതാണ് നമ്മുടെ പരമപ്രധാനമായിട്ട് ലക്ഷ്യം. ജനത്തിന്റെ ആരോഗ്യം, അതിൽ പ്രത്യേകിച്ച് കുട്ടികൾ, കാരണം ഭാവിയിലെ പൗരന്മാരാണ്. അവരുടെ ആരോഗ്യത്തിന് ഇതുപോലുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.